വീട്ടില് അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ഊണും ഇന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമായിട്ട് മതി. അപ്പൊ പിന്നെ സിമ്പിൾ ആയിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലെ ഇഷ്ടമുള്ള എന്തെങ്കിലും ആവാന്ന് വിചാരിച്ച് ഓടിച്ചെന്ന് പറിച്ചെടുത്തു. ദാ മുരിങ്ങയില. നമ്മുടെ വീട്ടിലെ 2 തെങ്ങും പിന്നെ മുന്നിൽ നിൽക്കുന്ന ഈ കവുങ്ങും കഴിഞ്ഞാല് ആകെയുള്ള ഒരേ ഒരു മരം എന്ന് പറയുന്നത് ഈ മുരിങ്ങയാണ്. അതിനകത്താണെന്നുണ്ടെങ്കിൽ മഴയൊക്കെ പെയ്ത് മൊത്തം കൊഴിഞ്ഞു പോയിട്ട് കുറച്ച് ഇലകളെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെന്താ വെച്ചാൽ ഇപ്പൊ ഉള്ളത് ഈ ഫ്രഷ് ഇലകളാണ്. അതായത് മൊത്തത്തിൽ കൊഴിഞ്ഞു പോയിട്ട് പുതുതായിട്ട് വന്ന തളിരില എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള തന്നെ. സത്യത്തിൽ ഇതുപോലുള്ള ഇലകൾക്കാണല്ലോ ടേസ്റ്റ് കൂടുതൽ. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മളിപ്പോ 1 മാസത്തിന് ശേഷമാണ് പറിച്ചെടുക്കുന്നത്. നമ്മുടെ ഇവിടെ പൊതുവേ പറയാറുണ്ട് കേട്ടോ, കർക്കിടക മാസത്തിൽ മുരിങ്ങല കഴിക്കാൻ പാടില്ല എന്ന്. പൊതുവേ കർക്കിടകത്തിൽ എല്ലാ ഇലകളും കഴിക്കണം എന്നൊക്കെയാണ് പറയാറുള്ളത് എന്നുണ്ടെങ്കിലും ഈ മുരിങ്ങല മാത്രം നമ്മൾ കഴിക്കാറില്ല. നിങ്ങളുടെ നാട്ടിലും അങ്ങനെയൊക്കെ പറയാറുണ്ടോ? ഇനിയിപ്പോ ഉണ്ടെങ്കിൽ അതിന്റെ റീസൺ അറിയുന്നവരൊന്ന് കമന്റ് ചെയ്തേക്കണേ. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമായതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞു പാത്രത്തിനകത്ത് ചോറിനായിട്ടുള്ള വെള്ളം അമ്മ തിളയ്ക്കാൻ വെച്ചിരുന്നു. മാത്രമല്ല ചോറിനുള്ള അരിയും കൂടെ കഴുകി വെച്ചിട്ട് അമ്മ മോന്റെ പുറകിൽ പോയിട്ടോ. വെള്ളം തെളിച്ചപ്പോൾ ഞാൻ അരി അതിനകത്തേക്ക് ഇട്ടു. ഇനിയിപ്പോ ഇത് തിളച്ചത് നമ്മൾ ഹോട്ട് ബോക്സിനകത്ത് ഇറക്കി വെക്കും. തലേ ദിവസത്തെ രസം കുറച്ച് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. ഇനിയിപ്പോ മുരിങ്ങല ഉപ്പേരിയും കൂടെ ആയാലേ ഞങ്ങൾക്ക് ധാരാളമായല്ലോ. അല്ലെങ്കിൽ മുരിങ്ങല നമ്മൾ വെക്കാറുള്ളത് മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 മാസത്തിൽ ഒരിക്കലൊക്കെ ആയിരിക്കും കേട്ടോ. പക്ഷേ ഈ കർക്കിടക മാസത്തിൽ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാ തോന്നുന്നു കുറച്ച് ദിവസമായിട്ട് മുരിങ്ങല കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അതല്ലേലും അങ്ങനെയല്ലേ, ചെയ്യണ്ട എന്ന് പറയുന്നതിനോട് ഒരു പ്രത്യേക താല്പര്യം കൂടുതലാണല്ലോ. എന്തായാലും ഇന്നിപ്പോ ആഗ്രഹം സാധിച്ചു.